SR ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ യാത്ര ഫായലിലേക്കായിരുന്നു. സിറ്റിയിൽ നിന്നും ബസ്സിലായിരുന്നു യാത്ര. അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. സിറ്റിയുടെ തിരക്കും അമ്പരച്ചുംബികളായ ബിൽഡിങ്ങുകളൊക്കെ താണ്ടി ഹൈവേ കയറി. അങ്ങനെ ഞങ്ങൾ മംഗഫെത്തി. മംഗഫിന്റെ ഗ്രാമവീഥികളിലൂടെ സഞ്ചരിക്കുമ്പോൾ കഴിഞ്ഞ വർഷം അവിടെ ഉണ്ടായ ദുരന്തം ഓർക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ ബസ് സർവീസുകൾ. KPTC, സിറ്റി ബസ്, മൊവാസാറ്റ്. ഫായിലിൻ്റെ ഗല്ലികളിലൂടെ നടക്കുമ്പോൾ ചെറുകിട വ്യാപാരികൾ മാടി വിളിക്കുകയായിരുന്നു. എൻ്റെ ലക്ഷ്യം ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റിൻ്റെ അടുത്തുള്ള ബാർബർ ഷോപ്പായിരുന്നു. അവിടെ നമ്മുടെ ഒരു ചങ്ങായി എന്നെക്കാളും മുമ്പേ 2-2.5 മണിക്കൂർ മുമ്പേ എത്തിയിരുന്നു. ഇതാണ് നമ്മ പറഞ്ഞ നടന്, പേര് ഉണ്ണിക്കുട്ടൻ. കെയ്ത്താലിലും സിറ്റിയിലും ബാർബർ ഷോപ്പ് ഇല്ലാത്ത മട്ടിലാണ് അവൻ. ഫായിൽ വന്നേ മുടി വെട്ടു. ഇറങ്ങി വന്നേ പാടെ ചോദിക്കുക സുന്ദരനാണോ എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. തൊട്ടടുത്ത കടയിൽ ഷവർമയൊക്കെ വെക്കുന്നു. ചേട്ടാ ഷവർമ വരുമോയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഷവർമയൊന്നും തരില്ല, ചായ തരാം. അങ്ങനെ ചായയൊക്കെ കുടിച്ച് അവിടെ ഇരുന്നപ്പോൾ അവിടെ തൊട്ടടുത്ത കടയിൽ ചൂടൊക്കെ അല്ലേ, കുൽഫിയുടെ കടയുടെ ഉദ്ഘാടനമാണെന്ന്. നമ്മ വിളിച്ചില്ല കേട്ടോ. ഉദ്ഘാടന സമയത്ത് കുൽഫിയൊക്കെ തന്നു. ഞങ്ങളത് അവിടെ ഇരുന്ന് കുൽഫിയൊക്കെ കുടിച്ചുകൊണ്ടേ നേരെ പോയത് കേരള എക്സ്പ്രസ്സിലാണ്. പോയി നല്ല ബിരിയാണിയൊക്കെ കൊണ്ടതിന് ശേഷം നേരെ അവിടെ നിന്ന് ഇറങ്ങിയത് അൽക്കുത്ത് മാളിലേക്ക്. ഈ നടത്തൊക്കെ കണ്ടാൽ തോന്നുന്നു ഏതാണ്ട് അറിയാവുന്ന മട്ടിലാണെന്ന്. ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഉള്ളിലേക്ക് കയറിയതും ഉണ്ണിക്കുട്ടൻ്റെ ദേഹത്ത് നാഗവല്ലി കയറിയ രീതിയിലാണ് സംസാരങ്ങൾ തുടങ്ങിയത്. കൊടും ചൂടിൽ നിന്ന് തണുപ്പത്തോട്ട് കയറി വന്നുകൊണ്ടാണെന്നറിയില്ല. ഇതിനകത്ത് 200-ൽ പരം ലോകോത്തര ബ്രാൻഡുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് വാചാലനാകുകയും വിമർശിക്കുകയൊക്കെ ചെയ്യുകയായിരുന്നു. നടന്നു കുഴഞ്ഞപ്പോൾ ദേ ഒരു ഓട്ടോ കിടക്കുന്നു, ഓട്ടോറിക്ഷ വിളിച്ചെന്ന് ബാക്കി ചുറ്റിക്കാണാമെന്നും പറഞ്ഞ് അങ്ങോട്ട് ചെന്നു. അവിടെ ചെന്നപ്പോൾ ആ ചേട്ടൻ ഓട്ടം വരില്ല, വേണമെങ്കിൽ തണുത്ത വിറച്ച ഐസ്ക്രീം തരാമെന്ന് പറഞ്ഞു. ഐസ്ക്രീം, കുൽഫി എല്ലാ ഐറ്റംസും ആ ചേട്ടൻ്റെ അടുത്തുണ്ട്. ഇവിടെ വരുന്നവർക്ക് വിശ്രമ സമയം ആനന്ദകരമാക്കുവാൻ 4K തിയേറ്റേഴ്സും കുട്ടികൾക്ക് ഫൺ ഹബ്ബും ഗോകാർട്ട് ക്ലബ്ബും നിരവധി റെസ്റ്റോറൻറ്റ്സും ഇവിടെയുണ്ട്. ഈ കാണുന്ന മെഷീനിലാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടത്. ക്യാഷ് അല്ല, കാർഡാണ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പടിയിറങ്ങി വന്നിറങ്ങിയത് കൊടും ചൂടത്തേക്കാണ്. കുവൈറ്റിലെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാമല്ലോ. 4 മണി ആയപ്പോഴത്തേക്ക് തന്നെ കൊടും ചൂട്. മുമ്പിൽ കാണുന്നത് വാട്ടർ ഫൗണ്ടിങ് ആണ്. ഈ മാളിനോട് ചേർന്ന് തന്നെയാണ് സൂക്കുള്ളതും ഫിഷ് മാർക്കറ്റും വെജിറ്റബിൾ മാർക്കറ്റും എല്ലാം ഇവിടെ തന്നെയാണ്. അതിമനോഹരമായ കാഴ്ചകളാണ് കാണുന്നത്. ഇവിടെയും നടന്നു കുഴയുന്നവർക്ക് യാത്ര ചെയ്യുവാനായി ട്രെയിനുകളൊക്കെ ഉണ്ട്. ടിക്കറ്റ് എടുക്കണം കേട്ടോ. മത്സ്യബന്ധന ബോട്ടുകളും ആഡംബര ബോട്ടുകളും ഒക്കെ കിടപ്പുണ്ട്. ഇത് ദൂരെ കാണുന്ന ആ ബിൽഡിങ്ങിൽ കയറി നിന്നുകൊണ്ട് ഇവിടെ മൊത്തം കാണാമെന്ന് ഉണ്ണിക്കുട്ടൻ പറഞ്ഞു. അടിപൊളി വൈബാണ് കേട്ടോ. ഇവിടുത്തെ വൈബ് ആസ്വദിക്കണമെങ്കിൽ രാത്രി തന്നെ വരണം. അത് പ്രത്യേക വൈബ് തന്നെയാണ്. ഞങ്ങൾ സിറ്റി ബസ്സിൻ്റെ ഡബിൾ ഡെക്ക് ബസ്സിലായിരുന്നു വന്നത്. 350 ഫിൽ സീഡാക്കിയിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാതിരിക്കാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി കാണാനുള്ള പ്രതീക്ഷയോടെ